ശരിക്കും പറഞ്ഞാൽ ഏത്തപ്പഴം വെച്ച് എന്തുമാത്രം പലഹാരങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുക അല്ലേ. പുതിയൊരു ഐറ്റം കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയത് അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനിവിടെ 1.5 ഏത്തപ്പഴം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്ന ഈ ഫ്രൈ പാൻ്റെ അളവനുസരിച്ചാണ് ഏത്തപ്പഴം എടുക്കുന്നത് ഞാൻ, കാരണം അത്യാവശ്യം വലിയൊരു പാനാണിത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏത്തപ്പഴം എപ്പോഴും നെയ്യിൽ തന്നെ വാട്ടിയെടുക്കുന്ന ടേസ്റ്റ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൊരിച്ചെടുത്തത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അല്പം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കോഴിമുട്ടയും അല്പം പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂണാണ് കണക്കാക്കി മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലേവറിന് ഒരല്പം ഏലക്കപ്പൊടിയും ഇട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം സെയിം പാനിൽ തന്നെ ഞാനിത് പാലപ്പം പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ ഈ വാട്ടി വെച്ച പഴവും അല്പം തേങ്ങയൊക്കെ വിതറി ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ശേഷം ഇതുപോലെ റോൾ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയേ. കുട്ടികൾക്കും അതുപോലെ പെട്ടെന്നൊക്കെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെ.